നമസ്കാരം. ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് കുറച്ച് സന്തോഷമുള്ള ദിവസങ്ങളാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ഒരു പോയ 2 വർഷമായിട്ട് വളരെ മോശം വാർത്തകൾ മാത്രമാണ് നമുക്ക് നൽകിയിരുന്നത്. കാരണം ഒരു വർഷത്തോളമായിട്ട് ഒരു മത്സരം പോലും ജയിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നല്ല വാർത്തകൾ വരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് പുതിയ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീലാണ്. സത്യത്തിൽ ഈ ഖാലിദ് ജമീലിനെ എന്താണ് നമ്മുടെ ഒരു കാഫ് നേഷൻസ് ലീഗ് മാത്രമാണ് നടന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് ഖാലിദ് ജമീലിനെ വിലയിരുത്താനായോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നമുക്ക് ദിലീപ് സാറുമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. സാറിന് എന്താണ് ഒരു കാഫ് നേഷൻസ് കപ്പിലെ കളികളൊക്കെ കാണുമ്പോൾ എന്താണ് സാറിന് തോന്നുന്നത്? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് തന്നെ പറയാം, ഞാൻ അവസാനം നല്ലൊരു ഹാഫ് ഇന്ത്യൻ ടീം കളിക്കുന്നത് കണ്ടത് ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ചൈനയിൽ പോയിട്ട് ഫസ്റ്റ് ഹാഫ് 1-1 രാഹുൽ KP ഒരു ഉഗ്രം ഗോൾ അടിച്ചു. ആ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം ഞാൻ ശരിക്കും ഒരു ടീമായി കളിക്കുന്നത് കണ്ടിട്ടില്ല. ഓരോരുത്തർ ഓരോ വഴിക്ക്, ചിലർ പകുതി ഉറക്കത്ത് കളിക്കണ പോലെ അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ശക്തമായ ടീം അല്ലെങ്കിൽ ആ സ്പിരിറ്റാണ്. ഇപ്പോൾ യൂറോപ്പിലത്തെ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പല ടീമുകളും ഇപ്പോൾ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കണമെങ്കിൽ ഒരു ബോൺമത്ത് ആയാലോ വേറെ ഏതെങ്കിലും ബ്രൈറ്റൺ ആയാലും അവർ ആ സ്പിരിറ്റ് കാരണം പലപ്പോഴും ജയിക്കുന്നത്. അത് തീരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മനോളോ മാർക്കസ് കോച്ചായതിനു ശേഷം ഏറ്റവും ദയനീയമായിട്ടുള്ള പ്രദർശനങ്ങളായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ. ഈ 4 കളിയിൽ ആ ഒരു സ്പിരിറ്റ് കാണാൻ പറ്റി ശരിക്കും. നമ്മളിപ്പോൾ ഇറാനായിട്ട് 3-0 തോറ്റ കളിയിൽ വരെ ഒരു 60 മിനിറ്റ് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റി. വലുതായിട്ട് ചാൻസ് ഒന്നും സൃഷ്ടിച്ചില്ലെങ്കിലും ലോകകപ്പിൽ കളിക്കാൻ പോകുന്ന ഒരു ടീമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയൊരു മാറ്റമാണ് ശരിക്കും കഴിഞ്ഞ 2 കൊല്ലത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ. ഇദ്ദേഹം കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റൈലാണ് അവലംബിക്കുന്നത്. സാറിന് എന്താണെന്ന് തോന്നുന്നത്? വേറെ ഒരു നിവൃത്തിയില്ല. ഇപ്പം ഇന്ത്യയിലത്തെ പല നല്ല കളിക്കാരും മോഹൻ ബഗാന് കളിക്കണവരാണ്. ഇപ്പോൾ അവരിപ്പോൾ ഇല്ല, അവരെ റിലീസ് ചെയ്തിട്ടില്ല. മറ്റേ അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ തുർക്കമെനിസ്ഥാൻ്റെ അഹൽ FK ആയിട്ട് കളിയുണ്ട് ഇപ്പോൾ അടുത്ത ആഴ്ച. അപ്പോൾ അത് കാരണം അവരെ റിലീസ് ചെയ്തില്ല ഈ കളികൾക്ക്. അപ്പോൾ കുറേ നല്ല കളിക്കാരില്ലാതെയാണ് കളിക്കേണ്ടത് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ നിന്ന് നല്ല ടീമുകൾക്കെതിരെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ മാത്രമേ നമ്മുടെ നിന്നും, അഫ്ഗാനിസ്ഥാനും തുർക്കമെനിസ്ഥാനല്ല താജിക്കിസ്ഥാനും മാത്രമേ നമ്മുടെ നിന്നും താഴെയുള്ളൂ റാങ്കിങ്സിൽ. മറ്റേ ഒമാനും ഇറാനും ഒക്കെ കുറേ മേധയാണ്. ഒമാൻ വരെ ഇപ്പോൾ ചിലപ്പോൾ ലോകകപ്പ് എത്തും. ഒരു ഇന്ത്യൻ കോച്ചാണ്, പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ കോച്ച് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുന്നത്. അതിൻ്റെ ഗുണമുണ്ട്. അതുപോലെ തന്നെ ഖാലിദ് ജമീലിൻ്റെ ഒരു പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് സാറിന് തോന്നുന്നത്? അല്ല, അത് ശരിക്കും എന്താ പറയുക, ഒരു പാത്ത് വേ കൂടി വന്നിട്ടുള്ള കോച്ചാണ്. ജംഷഡ്പൂർ FCയുടെ കൂടെയും അതിന് മുമ്പ് ലീഗിൽ കോച്ച് ചെയ്തിട്ടൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. അത് 2 ലീഗിലും കോച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കളിക്കാരെയും കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ പലരെയും കോച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ടീമുകളിൽ. അപ്പോൾ അത് കാരണം ഈ പലപ്പോഴും പുറമേ നിന്നൊരു കോച്ച് വരുമ്പോൾ അവർക്ക് ഈ ആകെ 5 വിൻഡോ കിട്ടണം ഇപ്പോഴത്തെ ഫിഫ അതനുസരിച്ച്. അപ്പോൾ ആ 5 വിൻഡോയിൽ ഒരു 10 ദിവസം വെച്ച് 50 ദിവസമൊക്കെ ഇവർ കളിക്കാരെ കാണുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ ആ കളിക്കാരെ മനസ്സിലാക്കാൻ തന്നെ പലപ്പോഴും 1-2 കൊല്ലം എടുക്കും. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ല ഖാലിദ് ജമീലിന്. ഇന്ത്യയിലത്തെ എല്ലാ കളിക്കാരെയും അറിയാം. ഈ ലീഗ് ഡിവിഷൻ 2ാം ഡിവിഷനിൽ വരെ കളിക്കണ കളിക്കാരെ പറ്റി അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. സാർ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളൊക്കെ കാണുമ്പോൾ പിന്നെ ഇന്ത്യൻ ഫുട്ബോളും സാർ കാണാറുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ സാർ ഇങ്ങനെ തോന്നാറുണ്ട്, അവിടെയുള്ള അതുപോലെ ഇവിടെ എന്തെങ്കിലും നടപ്പാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നമ്മൾ ടീമിൽ മാറ്റം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കളിശൈലിയൊക്കെ വെച്ച് നോക്കും? അല്ല, അതിൽ 2 വശമുണ്ട്. ഒന്ന്, ഷോർട്ട് കട്ട് ഇപ്പോൾ പല രാജ്യങ്ങളും ചെയ്യേണ്ടത് ഈ മറ്റേ OCI കാർഡുള്ളവർക്ക് കൊടുക്കുക, അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ട് കളിപ്പിക്കുക. അത് പക്ഷെ ഒരു ലോങ് ടേം സൊല്യൂഷനല്ല. ശരിക്കും നമ്മളിവിടെ എന്തുകൊണ്ട് അക്കാഡമീസ് ഇല്ല? എല്ലാ ക്ലബിനും ഒരു അക്കാഡമി വേണം. അതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും മാഞ്ചസ്റ്റർ സിറ്റിയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ബാഴ്സലോണയെ പറ്റി പറയുന്നു, മിലാനിനെ പറ്റി പറയുന്നു. ഇവർക്കൊക്കെ അവരുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അക്കാഡമി സിസ്റ്റം. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1937 ശേഷം എല്ലാ മാച്ച് ഡേ സ്ക്വാഡിലും ഒരു അക്കാഡമി കളിക്കാരനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ചിലപ്പോൾ മാറാൻ പോകുന്നത്. ഇപ്പം എത്രയായിരുന്നു, ഏകദേശം 100 കൊല്ലം.
അപ്പോൾ ആ ഒരു കൾച്ചർ ഇവിടെ വരണം. എല്ലാ ക്ലബിനും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റണം. അതുപോലെ ഈ കഫാനസിസ് കപ്പിലെ മത്സരങ്ങളാണോ ബൈ സാറിന് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് ഏരിയ ഇതാണ് അല്ലെങ്കിൽ വീക്ക്നെസ് ഏരിയ ഇതാണെന്ന് ഉണ്ടാവില്ല ഏത് ടീമിനായാലും, അങ്ങനെ സാറിന് ഒരു നിരീക്ഷണം എന്താണ്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, ഒരു നല്ല ടീമിനെതിരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ അത് ഇറാനെതിരെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-60 മിനിറ്റ് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റി. അതേപോലെ ഒമാനെതിരെ ആദ്യത്തെ പകുതിയിൽ 2-3 നല്ല ചാൻസ് സൃഷ്ടിച്ചു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കാനാളില്ല. ഇപ്പോൾ സുനിൽ ഛത്രി പോയതിന് ശേഷം ആ ഒരു ലെവലിൽ പോട്ടെ, അതിൻ്റെ ഒരു 2 ലെവൽ താഴെ ആ ലെവലിലും കൂടി സ്ട്രൈക്കർമാരില്ല. അതിന് കാരണം നമ്മുടെ ക്ലബ്ബുകൾ കളിക്കാരെ കളിപ്പിക്കുന്നില്ല, സ്ട്രൈക്കർമാർക്ക് ചാൻസ് കൊടുക്കുന്നില്ല. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന് നല്ല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അണ്ടർ-23 ടീം നന്നായി കളിച്ചു ഖത്തറിനെതിരെയൊക്കെ. നമ്മൾ റഫറിയുടെ തീരുമാനം തോറ്റത് കൂടാതെ വുമൻസ് ടീം ഒരു ലോകകപ്പ് തന്നെ ഒരു പക്ഷേ കളിച്ചേക്കാം എന്ന നിലയിലുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ ലഭിക്കാം.